ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് വെള്ളരിക്ക പച്ചടി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് വെള്ളരിക്കയാണ് എടുക്കണം കേട്ടോ. അത് മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെയും പുറത്തെ തോലും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വല്ലാതെ വലിപ്പം കൂട്ടിയിട്ടും വേണ്ട, വല്ലാതെ ചെറുതായിട്ടും വേണ്ട. അപ്പോൾ ഒരേ അളവിൽ തന്നെ നുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ വെന്ത് കിട്ടും. പണ്ടൊക്കെ നമ്മുടെ അമ്മമ്മമാരും ഒക്കെ അധികവും മൺചട്ടി, കലച്ചട്ടി അങ്ങനത്തേലൊക്കെയാണ് അധികവും കുക്ക് ചെയ്യുക. അന്ന് ആ ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ നാടൻ കറികളൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ ചെയ്യുക വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴയ രുചി നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും, ചെറുതായിട്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഞാൻ വെള്ളരിക്ക ഫുള്ളായിട്ട് നുറുക്കിയെടുത്തു. മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകായ കാരണം ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. എരിവിനനുസരിച്ചിട്ട് 3ഉം 4ഒക്കെ എടുക്കാം. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് വേണ്ട ഉപ്പും ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നുമില്ല. നമുക്ക് ഈ വെള്ളരിക്കയുടെ അതേ നിറത്തിലുള്ള പച്ചടിയുടെ കളറ് വൈറ്റ് തന്നെ ആവണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് ഈ കറിയിലേക്ക് ഉണ്ടാവുക. അപ്പോൾ അടുപ്പത്ത് വെച്ചു ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് ശരിയാക്കാം. ഒരു 2 പിടി തേങ്ങ ചിരവി എടുത്തതും ഒരു 4-5 കുഞ്ഞുള്ളി ഇടുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ഇടാത്തവർ ഇങ്ങനെ ഒന്ന് കുഞ്ഞുള്ളി ഒരു 2-3-4 ഇട്ടിട്ട് അരച്ച് നോക്കി വെക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂണും കൂടി ഇല്ല ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കടുകും കൂടി കൂട്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. വല്ലാതെ വെള്ളം വേണ്ട കേട്ടോ. നമ്മൾ വിളമ്പുമ്പോൾ, ഇലയിലൊക്കെ വിളമ്പുമ്പോൾ അവിടുന്ന് ഒഴുകി പോവാത്ത രീതിയിൽ കട്ടിക്ക് നിൽക്കണം. അപ്പോൾ വല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്. അപ്പോൾ ഇത് വറ്റി കിട്ടാനും ടൈം പിടിക്കും. ഇനി ഇതിൻ്റെ ഈ ജീരകത്തിൻ്റെയും കടുകിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് ഉണ്ടല്ലോ, അത് പോണവരെ ഒന്ന് അത് വറ്റിച്ചെടുക്കുക. അതിന് ശേഷം നല്ല കട്ടി തൈര്, വല്ലാതെ പുളി വേണ്ട, പാകത്തിനുള്ള ഒരു കട്ടി തൈര് നമ്മൾ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ടോ അതിൻ്റെ കട്ടയൊക്കെ കളയണം കേട്ടോ. അതൊക്കെ കളഞ്ഞതിന് ശേഷം അത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി, ഈ ഒരു ചെറിയൊരു പുളിയേ പാടുള്ളൂ. ഓവർ പുളിയായി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ മൺചട്ടിയല്ലേ, കുറച്ച് നേരം കൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അത് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും അതും കൂടി വറുത്തിടുക. അപ്പോൾ അത് ഒരു അടിപൊളി, നല്ല സിമ്പിളാണ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറികളില്ലെങ്കിലും ഇത് നമ്മൾക്ക് ഡെയിലി ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ചൂട് കാലമൊക്കെ അല്ലേ, നല്ലതാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. സിമ്പിളാണ് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റുമാണ്. ഇത് ബാച്ചിലേഴ്സിനും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. പിന്നെ വെള്ളരിക്ക തൈര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഹീറ്റ് മാറ്റിയിട്ട് നല്ല ഒരു കൂളായിട്ട് വെക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. സദ്യക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം ഇനി പുതിയൊരു റെസിപ്പിയായിട്ട്, സിമ്പിൾ റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.